ജമ്മുവിൽ സമ്പൂർണ്ണ കരുതൽ ബ്ലാക്ക് ഔട്ടാണ്. ഇപ്പോൾ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. മീഡിയം മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ചും പാകിസ്ഥാൻ ആക്രമണം നടത്തിയതായി സൂചന. ഇപ്പോൾ നമുക്കൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നു. ഹാഷ്മി, ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടി നമ്മളുമായി പങ്കുവച്ചത്. ഒരുപക്ഷെ ഈ അപകടം നടക്കുന്ന സ്പോട്ടിൽ നിന്നാണ് ബൽറാം നമുക്കൊപ്പം ചേർന്നത് എന്നുള്ളത് നമുക്ക് ഏറ്റവും വിശ്വാസ്യത ജനിപ്പിക്കുന്നുണ്ട്. വിവരങ്ങൾ SK എത്ര കൊണ്ടാലും പഠിക്കാത്ത ഒരു അക്രമ രാഷ്ട്രം, നമ്മൾ UN പറയുന്നത് പോലെ റോഗ് രാഷ്ട്രം, തെമ്മാടി രാഷ്ട്രം, അവരുടെ പണികൾ തുടരുകയാണ്. SK പോയ രാത്രി നമ്മൾ കണ്ടതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ഈ പറയുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളെ കേന്ദ്രമാക്കി വിട്ട മിസൈലുകൾ, ഡ്രോണുകളൊക്കെ അങ്ങേയറ്റം ആകാശത്ത് വെച്ച് ഭസ്മീകരിച്ച് വിട്ടതിന് പിന്നാലെ ഇന്ന് രാവിലെ മുതൽ നമ്മൾ നടത്തിയ തിരിച്ചടിയിൽ ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളടക്കം, ഏറ്റവും ഒടുവിൽ സിയാൽകോട്ടിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളടക്കം തകർത്ത് തരിപ്പണമാക്കി തൂത്തെറിഞ്ഞ ശേഷവും എന്നിട്ടും പഠിക്കാതെ വീണ്ടും ഇറങ്ങുകയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. അത് എന്താണ് പൂർണ്ണസമയ എസ്കലേഷനിലേക്ക് നീട്ടുക എന്നുള്ള അസീം മുനീർ, അവർ പട്ടാള മേധാവ് അസീം മുനീറിന്റെ ദുഷ്ടബുദ്ധിയാണോ എന്ന് ഉറപ്പായും സംശയിക്കണം. ഇപ്പോൾ സംഭവിക്കുന്ന സാംബയിൽ അതിശക്തമായ വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇരുപക്ഷവും അർണിയ, സാംബ, അക്നൂർ, RSപുര എന്നിവിടങ്ങൾ ലക്ഷ്യമിട്ട് വിട്ട ഡ്രോണുകൾ, മിസൈലുകൾ സിമ്പിളായി വെടിവെച്ചിട്ടിരിക്കുന്നു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ. പത്താൻകോട്ടിൽ ഷെല്ലിംഗ് ആക്രമണം നടക്കുകയാണ്. പത്താൻകോട്ട് ഷെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പൂഞ്ച് മേഖലയിൽ നടത്തിയ ഷെല്ലിംഗിൽ 16 നിരപരാധികളുടെ ജീവനാണ് പാക് സേന എടുത്തത്. അതിന്റെ പിന്നാലെ പത്താൻകോട്ടിലും ഷെല്ലിംഗ് എന്ന് കേൾക്കുന്നുണ്ട്. പിന്നെയും നിരപരാധി ജീവൻ എടുക്കാനാണ് പാകിസ്ഥാൻ നീക്കമെങ്കിൽ അതിശക്തമായ തിരിച്ചടി രാജ്യം നൽകുകയാണ് സ്കേൻ. കാരണം നമ്മൾ ഏറ്റവും ഒടുവിൽ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ കേണൽ സോഫിയ ഖുറൈഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും നടത്തിയ ഏറ്റവും ഒടുവിലത്തെ വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയതാണ്. നിങ്ങൾ ഏത് രീതിയിൽ ഏത് തോതിൽ ആക്രമിക്കുന്നോ ഞങ്ങൾ അതേ ഡൊമൈനിൽ, അതേ ഇന്റൻസിറ്റിയിൽ തിരിച്ചടിക്കും എന്ന് ഇന്നലെയും പറഞ്ഞു, ഇന്നും പറഞ്ഞതാണ്. അതുകൊണ്ടൊന്നും കേൾക്കുന്നില്ല, മുന്നറിയിപ്പുകൾ മുഖവിലക്കെടുക്കുന്നില്ല. പാകിസ്ഥാൻ പരാജയപ്പെട്ട നീക്കങ്ങൾ, ശ്രമങ്ങൾ തുടരുകയാണ്. നോക്കൂ, ആ സ്ക്രീനിൽ കാണുന്നത് ജമ്മു മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ് ജമ്മുവിൽ. നമ്മൾ അടുത്ത കാലത്തൊന്നും കാണാത്ത ദൃശ്യങ്ങളാണ്. ജമ്മു, രാജസ്ഥാൻ, ഗുരുദാസ്പൂർ എന്നിവിടങ്ങളിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ്. സാംബയിൽ ദേശീയപാത ലക്ഷ്യമിട്ട് ആക്രമണം, വിമാനത്താവളം ലക്ഷ്യമിട്ട് ആക്രമണം, സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നു. രാജസ്ഥാൻ അതിർത്തി ജില്ലകളിലെ വൈദ്യുതി വിച്ഛേദിച്ചു. ഷെല്ലിംഗ് ആക്രമണം നിയന്ത്രണ രേഖയിൽ എന്നാണ് കിട്ടുന്ന വിവരം. അങ്ങനെ രാത്രിയാകുമ്പോഴേക്കും പാകിസ്ഥാൻ അവരുടെ പണി തുടങ്ങുന്നു. എത്ര പരാജയപ്പെട്ടാലും ഏതെങ്കിലും തരത്തിൽ ഒരൊറ്റ മിസൈലെങ്കിലും, ഏതെങ്കിലും തരത്തിൽ ഒരു ഡ്രോണെങ്കിലും. ഒരു നിമിഷം ഒരു പുതിയ വിവരവുമായി വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിജയകുമാർ, എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്? പാകിസ്ഥാൻ നടത്തിയത് മൾട്ടിപ്പിൾ ടാർഗറ്റുകൾ ഒരേ സമയം ആക്രമിക്കാനുള്ള നീക്കമായിരുന്നു. വിമാനത്താവളം, RSപുരയിലെ ജനവാസ കേന്ദ്രങ്ങൾ, ആർമിയുടെ ഒരു വലിയ യൂണിറ്റ്, അതുപോലെ എയർപോർട്ട്, അതിന് സമീപമുള്ള മറ്റ് ചില ജനവാസ കേന്ദ്രങ്ങൾ, നാഷണൽ ഹൈവേ തുടങ്ങിയ ടാർഗറ്റുകൾ ഒരേ സമയം ആക്രമിക്കാനുള്ള ഒരു വലിയ നീക്കമായിരുന്നു. 8 മിസൈലുകളാണ് ഇന്ത്യൻ ഭാഗത്തേക്ക് വന്നത്. നമ്മുടെ S-400 എന്ന വ്യോമ പ്രതിരോധ സംവിധാനം 8നെയും തകർത്തു. നിരവധി ഡ്രോണുകൾ ഒരേ സമയം ഇന്ത്യൻ ഭാഗത്തേക്ക് വന്നു. അതിൽ ഒട്ടുമിക്കതും ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യക്ക് തടുത്തു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആർട്ടിലറി ഷെല്ലിംഗ് വിവിധ ഭാഗങ്ങളിൽ തുടരുകയാണ്. സാംബയിൽ ഇന്ത്യയുടെ അതിശക്തമായ തിരിച്ചടിയുണ്ട്. ഇതിന് തിരിച്ചടി ഏത് ഭാഗത്താണ് ഇന്ത്യ കൊടുക്കാൻ പോകുന്നത് എന്നതാണ് ഇനി ഈ രാത്രി അറിയേണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സ്കൈൻ, ജമ്മുവിന്റെ വിവിധ മേഖലകളിൽ അതിശക്തമായ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. പാകിസ്ഥാൻ ഒരേ സമയം വ്യോമ ആക്രമണവും ഒപ്പം കര ആക്രമണവും നടത്തുന്നുണ്ട്. അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് LOCക്ക് പുറത്തു നിന്നുള്ള വെടിവെപ്പ് തുടരുകയാണ്. 2 പാക് ഡ്രോണുകൾ ജമ്മുവിന് സമീപം വെടിവെച്ചിട്ടു എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ ഈ പാക് ഡ്രോണുകൾ നമ്മളുടെ S-400 തകർക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വാർത്താ ഏജൻസികൾ നൽകുന്നുണ്ട്. നമുക്ക് വൈകാതെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്നുണ്ട്. RSപുര, സാംബ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോഴും രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. പ്രിക്കോഷണറി ബ്ലാക്ക് ഔട്ട് എന്നാണ് സേന അറിയിച്ചിരിക്കുന്നത്. ഈ മേഖലകളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. ജനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാനുള്ള പാകിസ്ഥാന്റെ നീക്കത്തിന് തിരിച്ചടി ഉണ്ടാക്കാനാണ്, അവരെ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് ഇപ്പോൾ പ്രിക്കോഷണറി ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നത്. മിസൈലുകൾ, നിരവധി മിസൈലുകൾ, ഏതാണ്ട് 8 എണ്ണത്തെ ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിരവധി മിസൈലുകൾ ഇന്ത്യൻ ഭാഗത്തേക്ക് പാകിസ്ഥാൻ അയച്ചിട്ടുണ്ട്. മൾട്ടിപ്പിൾ ബ്ലാസ്റ്റ് റിപ്പോർട്ടഡ് ഇൻ ജമ്മു എന്നാണ് പറയുന്നത്. ജമ്മുവിൽ ആകാശത്ത് നിരവധി സ്ഫോടനങ്ങൾ കേട്ടു. ഒരു കാര്യം ഉറപ്പാണ്, ഏതെങ്കിലും ഒരു ലക്ഷ്യം ഭേദിക്കാൻ പാകിസ്ഥാന് രാത്രി കഴിഞ്ഞിട്ടില്ല എന്നത് ഉറപ്പാണ്. കാരണം അവർക്ക് തിരികെ പോകേണ്ടി വന്നു. പാകിസ്ഥാൻ ഡ്രോൺ, ആർട്ടിലറി
ആർട്ടിലറി അറ്റാക്ക് തുടങ്ങി എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. അതിശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഒരു ലക്ഷ്യവും അവർക്ക് ഭേദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഇന്ത്യൻ ഭാഗത്തുനിന്ന് പ്രത്യാക്രമണം ഏത് സമയവും ഉണ്ടാകാം എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അത് എയർഫോഴ്സ് ആയിരിക്കാം അതിന് നേതൃത്വം നൽകുന്നത് എന്നാണ് വിവരം വരുന്നത്. അതാ ജമ്മുവിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനങ്ങൾ സജ്ജമാണ് എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഏത് സമയവും തിരിച്ചടി പാകിസ്ഥാനിലേക്ക് ഉണ്ടാകും. അതിർത്തി കടന്നുള്ള തിരിച്ചടിക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ വരുന്നത്. ജമ്മുവിൽ ഒരു ഡ്രോൺ എയർപോർട്ടിൽ പതിച്ചു എന്നൊരു വിവരം വരുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായോ എന്ന് അറിയില്ല. ഹെവി സീസ് ഫയർ വയലേഷൻ ബൈ പാക് ഇൻ സാംബയിൽ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള വെടിവെപ്പ് അതിർത്തിക്കപ്പുറത്തുനിന്നുണ്ട്. ആ മേഖലയിൽ നിന്നൊക്കെ ജനങ്ങളെ മാറ്റിയിരുന്നു. അതുകൊണ്ട് അവിടെ ആളുകൾക്ക് പ്രശ്നമുണ്ടായില്ല എന്ന് കരുതാം. മൾട്ടിപ്പിൾ ബ്ലാസ്റ്റ് ആണ് ജമ്മുവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മിസൈലോ ഡ്രോണോ എയർപോർട്ടിൽ പതിച്ചിട്ടുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. ഒരു പക്ഷേ അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ അതിൽ വരുമെന്ന് കരുതാം. അതിർത്തി സംസ്ഥാനങ്ങൾ ഇപ്പോൾ പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളോടും അതീവ ജാഗ്രതയിൽ ഇരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ ഇതിൻ്റെ വിശദമായ അവലോകനം നടക്കുന്നുണ്ട്. തുടർച്ചയായി പത്താൻകോട്ട് മേഖലയിൽ എയർ അലാം സൈറണുകൾ മുഴങ്ങുന്നവരും കൂടി വരുന്നുണ്ട്. S-400 ഡിഫൻസ് സിസ്റ്റം ഡൗൺ 3 പാക് ഡ്രോൺ എന്നാണ് പറയുന്നത്. ഇന്ത്യക്ക് ഇന്ത്യയുടെ എല്ലാ സൈനിക അർദ്ധസൈനിക സംവിധാനങ്ങളും ആക്ടിവേറ്റഡ് ആക്കി സജ്ജമായി നിൽക്കുന്നു എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഏത് സമയവും കര വ്യോമ സംവിധാനങ്ങൾ വഴിയുള്ള ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകും. അത് ഒരുപക്ഷെ കുറെ കൂടി മാരകമാകാനാണ് സാധ്യത. പാകിസ്ഥാൻ മിസൈൽ ഇന്റർസെപ്റ്റഡ് ഓവർ ജമ്മു. പക്ഷേ ഒരു ഡ്രോൺ ജമ്മു വിമാനത്താവളത്തിൽ പതിച്ചു എന്നൊരു വിവരമുണ്ട്. അത് എത്രത്തോളം നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നില്ല. ഹെവി ഷെല്ലിംഗ് ഇൻ ബോർഡർ ഏരിയാസ് എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 1 പാക് ഡ്രോൺ ഹിറ്റ് ജമ്മു എയർപോർട്ട്. ഒരു ഡ്രോണ് ജമ്മു എയർപോർട്ടിൽ പതിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ ഈ ദൃശ്യങ്ങൾ, പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ നമ്മളുടെ S-400 എന്ന വ്യോമ പ്രതിരോധം ഈ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്ന ദൃശ്യങ്ങളാണ്. ഇതിൽ ഒരു പക്ഷേ ഒരു ഡ്രോണ് ജമ്മു എയർപോർട്ടിൽ പതിച്ചു എന്നൊരു വിവരം വരുന്നുണ്ട്. അതിൻ്റെ മറ്റു വിശദാംശങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ്. ഏതായാലും ഇതൊരു ഒരു എസ്കലേഷൻ ഓഫ് സിറ്റുവേഷൻ, നിലവിലുള്ള സാഹചര്യത്തെ സങ്കീർണമാക്കുന്ന പാകിസ്ഥാന്റെ നടപടി എന്ന് പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തിരിച്ചടി കനത്തതായിരിക്കും. ജയ്സാൽമീറിൽ സ്ഫോടനം എന്നൊരു വിവരം വരുന്നുണ്ട്. ജയ്സാൽമീറിൽ എക്സ്പ്ലോഷൻസ് എന്ന ഒരു വിവരം വരുന്നുണ്ട്. ഒരുപക്ഷെ അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക് പാകിസ്ഥാന്റെ ആക്രമണം നടക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ്. ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റഡ് എന്ന വിവരം വരുന്നുണ്ട്. പല അതിർത്തി സംസ്ഥാനങ്ങളിലും സമാനമായ സ്ഥിതിവിശേഷമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. മിസൈൽ, ഡ്രോൺ തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം നടക്കുന്നുണ്ട്. ഞാൻ വിജയകുമാറിലേക്ക് വരാം. ജമ്മുവിലെയും പഞ്ചാബിലെയും സൈനിക താവളങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. മിസൈലുകൾക്കൊപ്പം ഡ്രോണുകൾ കൂട്ടത്തോടെയും അയച്ചു. ഇന്ത്യ കനത്ത തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്നാണ് അതിർത്തിയിൽ നിന്ന് വരുന്ന സൂചനകൾ. അതിർത്തി മേഖലയിലെ പാകിസ്ഥാൻ സൈനിക വിന്യാസം കൂട്ടിയതായും റിപ്പോർട്ടുണ്ട്. ഇതിനിടയിൽ ഒരു ഡ്രോൺ ജമ്മു എയർപോർട്ടിൽ പതിച്ചതായും വാർത്ത വരുന്നുണ്ട്.